Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. സ്വാഗതം. പഴയ കാറുകളൊക്കെ വളരെ എളുപ്പത്തിൽ ഉയർത്തുന്ന ഭീമൻ ക്രെയിനുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനൊക്കെ പിന്നിലെ രഹസ്യം സോളിനോയിഡ് എന്നൊരു ലളിതമായ ഉപകരണമാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ആശയം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ചോദ്യത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്ത് സോളിനോയിഡ് എന്നാൽ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമതായി, വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളുടെ മാതൃക നാം വരയ്ക്കണം. അവസാനമായി, പച്ചയിരുമ്പ് പോലെയുള്ള പദാർത്ഥങ്ങളെ കാന്തികവൽക്കരിക്കാൻ ഈ കാന്തികമണ്ഡലം എങ്ങനെ ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കണം. നമുക്ക് ഇതിന്റെ ഉത്തരം ഓരോന്നായി നോക്കാം. ആദ്യമായി നിർവചനം നോക്കാം. ഒരു സ്പ്രിംഗ് പോലെ പരസ്പരം തൊടാതെ അടുത്തടുത്ത് ചുറ്റിയെടുത്തിട്ടുള്ള ധാരാളം വൃത്തങ്ങളുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള കമ്പിച്ചുരുളാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. വളരെ ലളിതമാണല്ലേ? ഇനി ഇതിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഉണ്ടാകുന്ന കാന്തിക ബലരേഖകൾ ഒരു സാധാരണ ബാർ കാന്തത്തിന്റേതിന് സമാനമാണ്. സ്ക്രീനിലെ ചിത്രം ശ്രദ്ധിക്കൂ. കമ്പിച്ചുരുളിന് ചുറ്റും മനോഹരമായ കാന്തിക ബലരേഖകൾ രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ആ കമ്പിച്ചുരുളിന് ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ. സോളിനോയിഡിനുള്ളിലെ ബലരേഖകൾ സമാന്തരമായ നേർരേഖകളാണ്, അല്ലേ? അതായത് അതിനുള്ളിലെ കാന്തികമണ്ഡലം വളരെ ശക്തവും എല്ലാ ഭാഗത്തും ഒരേപോലെയുമാണ്, അതായത് യൂണിഫോമാണ്. ഇതിനുള്ളിലെ കാന്തികമണ്ഡലം വളരെ ശക്തമായതുകൊണ്ട് നമുക്കതൊരു പ്രയോജനമുണ്ട്. പച്ചയിരുമ്പ് പോലെയുള്ള പദാർത്ഥങ്ങളെ ഈ കമ്പിച്ചുരുളിനുള്ളിൽ വെച്ചാൽ അത് പെട്ടെന്ന് കാന്തികവൽക്കരിക്കപ്പെടുകയും ഒരു പവർഫുൾ വൈദ്യുതകാന്തമായി മാറുകയും ചെയ്യും. സോളിനോയിഡുകളെക്കുറിച്ചുള്ള ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. ഈ ചിത്രം വരച്ചു തന്നെ പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.